സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് നിറഞ്ഞ സ്വാഗതം. കാനായിലെ കല്യാണ നാളിൽ അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനോട് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന്. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചന ഭാഗം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും ഇത് അനുവർത്തിക്കുന്നവരും ഇത് കേൾക്കുന്നവരും അനുഗ്രഹിതർ. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട, ഹൃദയത്തിൽ ചങ്കിൽ ഉറപ്പിക്കേണ്ട ഒരു തിരുവചന ഭാഗമാണ് വെളിപാട് 1:3. അങ്ങനെ ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി നമ്മളെല്ലാവരും മാറ്റപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കുകയും ദൈവവചന പ്രകാരം ജീവിതം നയിക്കുവാനും ദൈവവചനം ഇന്ന് സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തട്ടെ, ആഴപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് മനോഹരമായൊരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഹാർട്ട് ഓഫ് ഹെവൻ ആരംഭിക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ദൈവത്തിൻ്റെ അനന്ത നന്മയും കരുണയുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നയിക്കുന്നത്. ഈ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഗാനത്തിലൂടെ നയിക്കട്ടെ. ഈ ഓരോ നിമിഷവും തനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്ന മനോഹരമായ ഒരു ഗസൽ സിംഗറാണ് ഇന്നത്തെ നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തുന്നത്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സണ്ണി സെബാസ്റ്റ്യൻ, സ്വർഗീയ ഈണങ്ങൾ വിശ്വാസഹൃദയങ്ങൾക്ക് പാടിക്കൊടുത്ത ഗായകൻ. മണ്ഡപത്തിൽ MJ ജോസഫ് ഏലിയാമ്മ ദമ്പതികളുടെ 4 മക്കളിൽ ഇളയ മകൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. 1978 എറണാകുളം ബസലിക്ക ദേവാലയത്തിൽ ഗാനശുശ്രൂഷകനായി സംഗീത ലോകത്തേക്ക് ചുവടുവച്ചു. തുടർന്ന് പുതുവഴികൾ ദൈവം ഒരുക്കിക്കൊണ്ടിരുന്നു. 1980 കൊച്ചി കലാഭവനു വേണ്ടി ഗാനമേളകളിൽ പാടാൻ അവസരം ലഭിച്ചു. ഈ കാലയളവിൽ KK ആന്റണി മാസ്റ്ററിന്റെ ശിക്ഷണത്തിൽ സംഗീതം അഭ്യസിക്കാൻ അവസരം ലഭിച്ചു. 1982 സെയിന്റ് ആൽബർട്ട് കോളേജിൽ പഠിക്കുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലളിതഗാന മത്സരത്തിൽ 1ാം സ്ഥാനം നേടുകയുണ്ടായി. ഓൾ ഇന്ത്യ റേഡിയോ തൃശൂർ നിലയത്തിലെ B ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. 1986 ഷിംലയിലെ HP യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാൻ ചേർന്നു.
ഈ സമയം ഉറുദുവും ഹിന്ദുസ്ഥാനി സംഗീതവും പഠിക്കാൻ കഴിഞ്ഞു. ഹിറ്റ്ലർ എന്ന മലയാള ചലച്ചിത്രത്തിലെ സുന്ദരിമാരെ കെട്ടിപ്പൂട്ടിയ എന്ന ഗാനം ആലപിച്ച് പിന്നണി ഗാനരംഗത്തേക്ക് കടന്നുവന്നു. ഈ കാലയളവിൽ നിരവധി ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കാനുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചു. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സിയോൻ മണവാളൻ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചത് ഇദ്ദേഹമാണ്. ജോണി സാഗരിക, സരിഗമ, HMV തുടങ്ങിയ മ്യൂസിക് കമ്പനികൾ പുറത്തിറക്കിയ ക്രിസ്തീയ ഗാനങ്ങൾ ആലപിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. നിലവിൽ ഗസൽ സന്ധ്യ, ഗാനമേള, റെക്കോർഡിംഗ് തുടങ്ങിയ മേഖലകളിലൂടെ സംഗീത ലോകത്ത് പ്രയാണം തുടരുന്നു. ഭാര്യ ഷൈല, മക്കൾ ജോസ്, അലീന, ജോയൽ. ഓരോ നിമിഷവും ദൈവതിരുമുമ്പിൽ നന്ദികൾ അർപ്പിച്ച് അവിടുത്തെ തിരുനാമം പാടിപ്പുകഴ്ത്തുന്ന സണ്ണി സെബാസ്റ്റ്യന് ഗുഡ്നസ് ടിവിയുടെ ഹാർട്ട് ഓഫ് ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി ഒരുപാട് ഇഷ്ടത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഗസൽ ഗായകൻ സണ്ണി സെബാസ്റ്റ്യൻ. നമസ്കാരം. സണ്ണി ബ്രദർ, വളരെ സന്തോഷമുണ്ട്. ഒത്തിരിയേറെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഇരുന്ന് സംസാരിച്ചാലോ? Definitely. Please. Thank you very much. ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഹാർട്ട് ഓഫ് ഹെവനിലെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സണ്ണി ബ്രദർ നല്ല ഒരു ഗായകനാണ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഗസൽ ഗായകനാണ്. തമിഴ് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പ്രത്യേകത ഉള്ള ഒരു വ്യക്തിത്വമാണ്. ഒത്തിരി സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അങ്ങ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ? എനിക്കിപ്പോൾ 15-ാം തീയതി എനിക്ക് തമിഴ് സ്തോത്രങ്ങൾ എന്നും പറഞ്ഞിട്ട് പാടാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അവർ. ഞാൻ കഴിഞ്ഞതിൻ്റെ 9 വർഷം പാടിയത് 20 ലക്ഷം വ്യൂവേഴ്സാണ് അത് വന്നത്. ക്രിസ്ത്യൻ ഡിവോഷൻ എല്ലാം കർത്താവിൻ്റെ കരങ്ങളാണ്. ഐ എം ബിലീവിങ് ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് വെൻ ഐ എം ടോക്കിംഗ് ടു യു. അത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എന്നെ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നിയ കർത്താവിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ ഇടയിൽ സാത്താൻ്റെ ഇടപെടലും നടന്നു. എനിക്കപ്പോൾ തന്നെ കോൾഡ് വരുത്തിച്ചു, എന്നെ തൊണ്ട അടപ്പിച്ച് കളയണ പോലെ ആക്കി കളഞ്ഞു. എനിക്കിപ്പോഴും ഐ എം ആൻറ്റിബയോട്ടിക് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്തറിയോ, ഏത് നിമിഷവും യേശുവിലേക്ക് സമർപ്പിച്ച് ജീവിക്കുമ്പോൾ നോബഡി ക്യാൻ ടച്ച് യു. ഒരിക്കലും ആ വിശ്വാസമാണ്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർ നമുക്ക് എതിർ നിൽക്കും. റോമ 8:31. അപ്പോൾ ഈ വചനം അങ്ങ് മുറുകെ പിടിച്ചു. അതേ ഉള്ളൂ എൻ്റെ ശക്തി. നമ്മുടെ എല്ലാവരുടെയും ശക്തി അത് തന്നെയാണ്. എനിക്ക് കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കരയും. കാരണം അത്രയ്ക്ക് ഹെൽപ്പാണ് എന്നെ ചെയ്തേക്കുന്നത്. വെരി സെൻസിറ്റീവായി മാറി ഞാൻ. അതാണ് പ്രോബ്ലം. വെരി സെൻസിറ്റീവ് ആവും. കാരണം ഞാൻ എന്തൊക്കെ മനസ്സിൽ കരുതിയോ അതെല്ലാം എനിക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുക. ആദ്യം ഞാൻ തുടങ്ങുന്നത് എറണാകുളം ബസിലിക്കയിൽ 1978 കൊയർ പാടിക്കൊണ്ടാണ്. എന്നെ സൈക്കിള് ചവിട്ടിയിട്ടാണ് ബേണി കൊണ്ടുപോകുന്നത്. ബേണിയാണെന്ന് ബേണിയുടെ വീടിൻ്റെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സൈക്കിളിൽ തന്നെ എനിക്ക് ചവിട്ടാൻ അറിയാൻ പാടില്ല. എന്നെ അവൻ ഫ്രണ്ട് കയറ്റിയിട്ട് ഞങ്ങൾ ചവിട്ടിക്കൊണ്ട് അവിടെ ചെന്നിട്ട് കൊയർ പാടി. അപ്പോഴാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ നിനക്ക് സംഗീതം പഠിച്ചാൽ എന്താണെന്ന്. അപ്പോഴാണ് സംഗീതത്തിന്റെ ഓർക്കണം. എൻ്റെ അമ്മച്ചി സംഗീതം പഠിച്ചാണ്. ബേസിക്കലി നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു പേര് അമ്മച്ചി പീലിലയുടെ കൂടെ, പീലിലയുടെ ജൂനിയർ ആയിട്ട്, പീലിലെ അമ്മയുടെ കൂടെ അതിന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചാണ് അറൽവി തന്നെ. അമ്മച്ചിയുടെ വീട് മറ്റേ ആമ്പല്ലൂർ എന്ന് പറയും, തെക്കുള്ള ആമ്പല്ലൂർ. അല്ലല്ല, തെക്കുള്ളത്, തെക്കുള്ള ആമ്പല്ലൂരാണത്. കഴിഞ്ഞ് ചോറ്റാനിക്കര കഴിഞ്ഞ് അവിടെ ഉള്ളത്. കുടുംബത്തിന്റെ സംഗീതത്തിന്റെ പേര് കിടപ്പുണ്ട്. അതാണ് ഉള്ളത്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എനിക്കില്ല. പിന്നെ എല്ലാം കർത്താവിന്റെ കരങ്ങൾ മാത്രം. എവറിത്തിങ് ഈസ്, ഇറ്റ് ഈസ് നോട്ട് ജോക്കിംഗ് അല്ല. അത് ആൾക്കാർ വെറുതെ
ജൽപ്പനങ്ങളായിട്ട് പറയില്ലേ, അങ്ങനെയല്ല, സത്യമാണത്. എന്നെ ഇതുവരെ എത്തിച്ചതിൻ്റെ കർത്താവാണ് ഓരോ കാര്യങ്ങളും ഞാൻ ആശിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ കരുതിയില്ല റഹ്മാൻ സാറിൻ്റെ മുമ്പിൽ എനിക്ക് പാടാൻ പറ്റുമെന്ന്. കാരണം ഞാൻ 1990 അതിനു മുമ്പായിട്ട് കർത്താവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള കാരണം പറയാം വിശ്വാസം. കാരണം ബസിലിക്കയിൽ പാടിക്കൊണ്ടിരുന്നെങ്കിലും എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ക്ലോസ് അല്ലായിരുന്നു യേശുവായിട്ട്. ഇവിടെ 1994 ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ ഡിവൈനിൽ ഒരു ഞായറാഴ്ചയായിരുന്നു തുടക്കം ദിവസം. അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നേക്കാണ്. അപ്പം എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫ് ചേച്ചി ലാൽ ചേച്ചിയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ സമയത്തൊക്കെ അതിന് മുമ്പൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. കാരണം അതിൻ്റെ ഇടയിൽ പോയി ഞാൻ ജോലിയായി ബന്ധപ്പെട്ട് അല്ല, ജോലിയായിട്ടല്ല, ആക്ച്വലി ചേട്ടന്മാരോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ 3 ചേട്ടന്മാർ മസ്കറ്റിലാണ് ആ സമയത്ത്. എനിക്ക് MA എടുക്കണമെന്നും പറഞ്ഞിട്ട് ഷിംലയിലേക്ക് പോവാണ്. അത് ഷിംലയിൽ കണക്ട് ചെയ്യാൻ അവിടെയും ആളുണ്ട്. ദൈവം കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് അതെല്ലാം പദ്ധതി പ്രകാരം. ഞാൻ 1986 നമ്മുടെ ഉമ്പായിക്കയൊക്കെ കൂടിയിട്ട് ഒരു ഗസൽ നടത്തുകയാണ്. എർലോസ് ചേട്ടനാണ് ഹാർമോണിയം വായിച്ചത്. ഞാനും KB സുജാതയും പാടുന്നുണ്ട്. പാടിക്കഴിഞ്ഞ് ഇന്റർവെല്ലിൽ ഞാൻ വന്നപ്പോൾ കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കണം കേട്ടാ. ഇന്റർവെല്ലിൽ അകത്തേക്ക് വന്നപ്പോൾ ഗ്രീൻ റൂമിലേക്ക് ഒരു സർദാർജി കയറി വന്നു. സിംഗറിനെ കാണണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു യെസ്, അന്ന് സെന്റ് ആൽബർട്ട്സിന്റെ സന്താനമാണ്, ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, ആ പോർക്കും കൂടി സ്റ്റൈലാ വർത്താനം. ഞാൻ പറഞ്ഞ് ഇംഗ്ലീഷും അറിയില്ല. കാരണം സെന്റ് ആൽബർട്ട്സിന്റെ അത്രയ്ക്ക് ഞങ്ങൾ അങ്ങനെയൊന്നും അങ്ങനെയല്ല, വെറുതെ ഉഴപ്പി കിടക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർട്സ് സെക്രട്ടറി ആയിരുന്നു, അങ്ങനെ വെറുതെ കുഴപ്പി കിടക്കണതേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പഠിത്തമൊന്നും അങ്ങനെയല്ല. കോളേജിലപ്പ കോളേജിൽ അത് കഴിഞ്ഞിട്ട് ഐ ജസ്റ്റ് എൻ്റെ അപ്പം അങ്ങനെ പറഞ്ഞ് എൻ്റെ ബുക്ക് കാണണമെന്ന് പറഞ്ഞു, ഗസലിൻ്റെ ബുക്ക്. നോക്കിയപ്പോൾ ഞാൻ എഴുതിയേക്കണേ പച്ച മലയാളത്തിൽ എഴുതിയേക്കണേ. അയാൾ പറഞ്ഞു യു ആർ സിംഗിങ് ഉറുദു ഗസൽ ഇത്തന ബെസ്റ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് റൈറ്റിംഗ് ഇൻ യുവർ മദർ ടങ്. സർ ഐ ഡോണ്ട് ഹാവ് എനിബഡി to teach me. Why can't you go to North India? അപ്പം ഞാൻ പറഞ്ഞു no, I don't have any connections sir. But he was telling, he gave me a card. His name is Dr. Kulwinder Singh. Kulwinder Singh. He was the head of the department, English department. കാർഡ് തന്ന അവിടെ ഇരിപ്പണ്ടേ. നിമിത്തങ്ങൾ നോക്കണേ, ലിങ്ക് എൻ്റെ കർത്താവ് ഞാനുമായിട്ടുള്ള ബന്ധങ്ങളാണ് പറഞ്ഞത്, ഓരോന്ന് പോയിന്റുകളും. ദൈവം ടച്ച് ചെയ്യിപ്പിച്ചു, നിർത്തി. അപ്പം പിന്നെ ഞാൻ ചേട്ടന്മാരോട് പതിയെ പറയാനുള്ള പദ്ധതിയാണ്. അപ്പോൾ ജോയിച്ചേട്ട് മൂത്ത ചേട്ടനൊക്കെ പറഞ്ഞ് പോകാൻ പറ്റുന്നില്ല, നീ BSc കഴിഞ്ഞാണ്, നീ ഇവിടെ ഇരുന്ന് ഇവിടെ MSc നോക്കാൻ പറഞ്ഞു. എനിക്ക് MSc കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ ജോസ് രണ്ടാമത്തെ ചേട്ടനോട് പറഞ്ഞു എനിക്ക് MA ഇംഗ്ലീഷ് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മസ്കറ്റിൽ നിന്ന് പൈസ അയച്ചു തന്നത്. എൻ്റെ ചേട്ടന്മാരാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് മുഴുവൻ. അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ട് നേരെ ഞാൻ പോവുകയാണ് ഞാൻ ഷിംലയിലേക്ക്. അവിടെ എനിക്ക് നേരെ ചെന്നിട്ട് ഡോക്ടർ കുൽവിന്ദർ സിംഗിനെ കാണുന്നു. കുൽവിന്ദർ കണ്ടപ്പോൾ തൂ ആ ഗയാ, मैंने बोला हाँ जी मैं पहुंच गया എന്ന് പറഞ്ഞിട്ട് നേരെ ജോയിൻറ്റ് MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. അപ്പം തന്നെ സാറ് തന്നെ എന്നെ കൊണ്ടുപോയിട്ട് ഉറുദു ഡോക്ടർ റാണ സാബിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഉറുദു പഠിപ്പിക്കാൻ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിന് വേണ്ടിയിട്ട് സോംദത്ത് ഭട്ട് സാർ, ഈസ് ദ പട്യാല ഘറാനയൊക്കെയാണ്. അപ്പം ഞാൻ 2 വർഷത്തേക്ക് അവിടെ പഠിച്ചു, ഈ MA പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ഗുരുജി തന്നെ എന്നോട് ചോദിച്ചു, സനി तेरा प्लान क्या है, हिंदुस्तानी क्लासिकल सिंगर बनने का? नहीं, मुझे ललित संगीत है, तो चलो प्रैक्टिस करते रहो, അലങ്കാർ പ്രാക്ടീസ് करते रहना और चल पड़ो എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര വിശ്വാസത്തോടുകൂടി, അപ്പോഴൊന്നും എനിക്കറിയില്ല യേശുവിൻ്റെ പുറകെണ്ടെന്ന് അറിയില്ല കേട്ടോ, ഭയങ്കര വിശ്വാസത്തോടെ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ബോംബെയിലേക്ക് എത്തുകയാണ്. ബോംബെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തർ ചെന്ന് കാണുന്നു. നദീം ശ്രവണ കണ്ടു, ഉദിജീനെ ഉദിച്ച് പറഞ്ഞ് ഇത്രയ്ക്ക് നല്ല മനുഷ്യന് വേറെ ഇല്ല അയാളെ പോലെ. അയാൾ പറഞ്ഞെന്താ അറിയോ, മബു സ്റ്റുഡിയോയിൽ വെച്ചാൽ കണ്ടത്. അപ്പോൾ പറഞ്ഞാണ് സനി 2 ലൈൻ സുനാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങേരുടെ പാട്ട് തന്നെ പാടി. ക്യാ ബത്ലായേ ജാനേ ജാ നാ 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 ഹം തുമേ നാ 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 നാ. ആ പാട്ടങ്ങ് പാടിക്കഴിഞ്ഞ് പറഞ്ഞു തിരി ആവാസ് അച്ചിയെ ചോടോ മത് പക്കടത്തെ രഹോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് സ്റ്റേയിങ് ദെയർ. ഒന്നും കിട്ടിയില്ല, ജസ്റ്റ് ഇങ്ങനെ കടന്നുപോയി സമയങ്ങൾ. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞെടാ നിനക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് പോരുട്ടോ, കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വരുവാണ് 94. വന്നപ്പോഴാണ്, അതാണ് ഇപ്പോൾ കണക്ഷൻ ടു മുരുങ്ങൂർ.
ചേച്ചിമാരെ കൂടി പറഞ്ഞ് അപ്പം ഒരു പേപ്പർ അവിടെ കിടപ്പുണ്ട്. ഞാൻ മദ്രാസിലേക്ക് താമസിക്കുന്നത്. പേപ്പർ അവിടെ കിടപ്പുണ്ട് ടേബിളിൽ. അതിനകത്ത് ഇങ്ങനെ കൈകളൊക്കെ പൊക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ടു ബി ഫ്രാങ്ക്, ദ ട്രൂത്ത് ഐ എം ടെല്ലിങ്. ഞാനപ്പോൾ പറഞ്ഞ ഡയലോഗ് എന്താ അറിയോ? ഇതൊക്കെ വെറുതെ കൈ പൊക്കിക്കൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കണത് 10-50,000 വാട്ട്സിൻ്റെ സ്പീക്കർ മൈക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹിസ്റ്റീരി പോലെ ആവണല്ലേ, വെറുതെ നാടകമല്ലേ എന്ന് പറഞ്ഞു. തട്ടിപ്പ്. അപ്പം എന്നോട് അപ്പം പറഞ്ഞേ, നീ ഒന്ന് പോടാന്ന് പറഞ്ഞു. ലാൽ ചേച്ചിയും ഡേസി ചേച്ചിയും കൂടെ പറഞ്ഞു. പെങ്ങന്മാര് അല്ല, എൻ്റെ ചേട്ടന്മാരുടെ ഭാര്യമാരാണ്. അതൊന്ന് പോടാന്ന് പറഞ്ഞു. അപ്പം ഡേസി ചേച്ചി എനിക്ക് മദ്രാസിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഞാൻ കേരളത്തിലെത്തി. കേരളത്തിൽ വന്നിട്ട് ക്രിസ്മസ് ദിവസമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അന്ന് സൺഡേ ആണ്, 1994 സൺഡേ, ക്രിസ്മസ് ദിവസമാണത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ്. മുരുങ്ങൂർ വന്നിറങ്ങി. ഈ തട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഞാൻ വരികയാണ്, ഇങ്ങനെ നോക്കുകയാണ്. ഞാനിങ്ങനെ അടുത്ത് വന്നിരുന്ന് ഒരാൾ കർത്താവേ എന്ന് പറഞ്ഞ് കരയണേ. അപ്പൊ ഞാൻ കരുതി ഇയാൾക്കെന്ത് വട്ടായിപ്പോയി, എന്തേ കാണിക്കണത്, വാട്ട് ഈസ് ദിസ് യാർ. 1-ാം ദിവസം കഴിയുന്നു, 2-ാം ദിവസം കഴിയുന്നു. ഓ, വ്യാഴാഴ്ച അച്ഛൻ വിളിച്ചു പറയാണ്, പനക്കരച്ചൻ, ഇതാ സെബാസ്റ്റിനെ തൊടുന്നു എന്ന് പറഞ്ഞു. ഒരു ഭീം അങ്ങോട്ട് വന്നു. ഇറ്റ് വാസ് എ ചങ്കിലോട്ട് തറച്ചു കയറുന്ന പോലെ ഒരു ഫീലിംഗ്, യേശുവിലേക്ക് ഇറങ്ങിയ പോലെ ഫീൽ ചെയ്തു. പിറ്റേ ദിവസം ക്യൂ നിൽക്കണം, 1:30 അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. അന്ന് അവിടെ നിൽക്കണം. അങ്ങനെ നിന്ന് 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 എൻ്റെ അടുത്ത് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞ, അച്ഛാ ഞാൻ ചെന്നു. എന്താണ്? ഞാൻ സെബാസ്റ്റ്യനാണ്. കലാഭവനിലും CSEയിലും ഹരിശ്രീയിലും പിന്നെ കലാസദനിലും മൂവാറ്റുപുഴ സരികയിലും പാടി തകർത്ത് നിന്നപ്പോൾ എനിക്കിത് വേണ്ട, ഉറുദു പഠിക്കണം, ഹിന്ദുസ്ഥാനി പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ പോക്ക് പോയതാണ് നോർത്ത് ഇന്ത്യയിലേക്ക്. പക്ഷെ എന്നെ കർത്താവ് അവിടെ നിന്ന് പൊക്കെടുത്ത് ഇവിടെ കൊണ്ട് ഇട്ടൊക്കെ വെച്ചാൽ എന്താ പദ്ധതി എന്നറിയാൻ പാടുന്നു. പച്ചൻ പറഞ്ഞ്, എടാ നിന്നെക്കുറിച്ച് കർത്താവിന് എന്തോ പദ്ധതിയുണ്ട്, മിണ്ടാതിരിക്കുക, അടങ്ങി സമാധാനത്തോടെ നിൽക്കാൻ പറഞ്ഞ്. അന്ന് മുതൽ ഞാൻ പ്രൈസ് ദി ലോർഡ് പറയാൻ തുടങ്ങി. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ലാൽ ചേച്ചിയും ഡേസി ചേച്ചിയൊക്കെ എല്ലാവരും ചിരിക്കണം. ഇവരെന്ത് പറ്റി പെന്തക്കോസ്തായെന്ന് പറഞ്ഞിട്ട്, ഇവിടെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞവരെ പെന്തക്കോസ്തായിട്ടാണ് കാണണേ. പെന്തക്കോസ്തായെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു അതല്ല. ഈവൻ അത് കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ, അവിടുത്തെ പിന്നെ 95 നേരെ മദ്രാസിലേക്ക് പോവാണ്. കേരളത്തിൽ നിന്നില്ല. മദ്രാസിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട്, മാക്സിമം റിസോർട്ട്സിന്റെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഗ്രൂപ്പിന്റെ എൻ്റെ സെയിൽസ് ടീമിനോട് ഞാൻ പ്രൈസിലോട് പറയും. അപ്പൊ ഓരോരുത്തർ പറഞ്ഞേക്കണം എന്തറിയോ, when I am talking to, if I am telling that praise the Lord, you believe your Krishna Lord, you believe Allah, and I am believing my Jesus. അതിലങ്ങനെ സെപ്പറേഷൻ കാണേണ്ട കാര്യമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ പറഞ്ഞു. അങ്ങനെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഓട്ടോറിക്ഷയിൽ ഓഫീസിലേക്ക്, നുങ്കമ്പക്കത്താണ് ഓഫീസിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ കാത്തിരിക്കും ഈ പവർ ഹൗസ് വരാൻ വേണ്ടിയിട്ട്. പവർ ഹൗസ് കടന്നിട്ടാണ്, വടപള്ളിയിൽ ഞാൻ താമസിക്കുന്നത്. പവർ ഹൗസ് കഴിഞ്ഞിട്ടാണ് വടപള്ളിയിൽ മറ്റേ നുങ്കമ്പക്കത്ത് എത്തുന്നത്. അപ്പം പവർ ഹൗസ് കാണുമ്പോഴേക്കും ആയിരിക്കും, ദൈവമേ എനിക്ക് റഹ്മാൻ സാറിന്റെ വീട് എവിടെയാണ്, എനിക്കൊന്ന് കാണണമല്ലോ ദൈവമേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം നാളുകളായിട്ടുള്ളത്. അപ്പൊ ഞാനത്, ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ തന്നെ, ഒരു പാട്ടുകാരനുണ്ട് ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ, അത്ര അദ്ദേഹത്തെ അറിയിക്കുക അല്ലേ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കാസറ്റ് എടുത്തുകൊണ്ട് ചെന്നപ്പോഴേക്കും അവിടെ മാനേജർ, അവിടെ സാത്താന്റെ ഇടപെടലാണ് അതില്ല. എന്നാ വേണോ സാർ, റഹ്മാൻ സാറിനെ പാക്കണമേ, അത് അതാണ് മുടിയാത് സാർ, കാസറ്റ് കൊടുങ്ങ നമ്മൾ നേരെ എറിഞ്ഞ സ്റ്റേബിളിലേക്ക്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി നടക്കില്ല, അത്രയ്ക്ക് പൊളിറ്റിക്സ് ആണത്. ഇനിയൊക്കെ ആർക്ക് നടത്താൻ പറ്റും, എന്റെ കർത്താവിന് നടത്താൻ പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ മിണ്ടാതെ പോന്നു. അവിടെ നിന്ന് വന്നിട്ട് 1996 എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് 2000 വന്നു, കേരളത്തിൽ വന്നു. അപ്പോഴാണ് ഈ ആദ്യം പറഞ്ഞ കഥയിലേക്ക് വരുന്നത്. 2004 ജോസറിന്റെ കോള് വരുവാണ്, അദ്നാൻ സ്വാമി വന്നിട്ടുണ്ട്, നീ പോയിട്ട് കുറച്ച് ഉറുദു ഒക്കെ അറിയാന്നല്ല പറയടാന്ന് പറഞ്ഞു. ഞാനപ്പോൾ ജോസറിനെ വേണ്ടെന്ന് പറഞ്ഞ് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാടിക്കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എൻ്റെ വോയിസ് ഇഷ്ടപ്പെട്ടു, അവിടെ നിന്ന് സെലക്റ്റായി. അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ബാംഗ്ലൂർക്കാണ്, സദേൺ ഗ്രൂപ്പിനെ മുഴുവൻ സെലക്ട് ചെയ്തേക്കാണ്. അപ്പൊ ഓരോ ഭാഗങ്ങളിൽ നിന്നും ഓരോരുത്തരെ ഓൾ ഇന്ത്യ സിംഗിങ് ടാലന്റ് കോൺടെസ്റ്റ് എന്ന് പറയും 2004 തുടങ്ങിയതാണ്. എല്ലായിടത്തും ജയ്പൂർന്ന്, ആഗ്ര,
എല്ലാ സ്റ്റേറ്റിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ളവരെ സെലക്ട് അദാൻ സ്വാമി തന്നെ പോയിട്ടാണ് സെലക്ട് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റിലത്തെ റിയാലിറ്റി ഷോ ആണത്. അപ്പോൾ അദാൻ സ്വാമി എടുത്തപ്പോൾ ഞാൻ ഇവിടെ ബാംഗ്ലൂർ എത്തിയപ്പോഴേക്കും അവിടെയും സാത്താൻ്റെ ഇടപെടൽ, അവിടെ ഞാൻ പോരാടും. ഒപ്പം തന്നെ എനിക്ക് 2 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ കോൾഡ് പിടിച്ചേക്കുക എനിക്ക്. ഞാൻ നേരെ എൻ്റെ ഡോക്ടറുണ്ട് ഹോമിയോ കാണിക്കുന്നത്, ഹോമിയോ ഞാൻ കഴിക്കുന്നത്. ഷൈൻ ഡോക്ടറിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് മറ്റന്നാൾ പാടണം, എൻ്റെ തൊണ്ട നക്കാൻ പറ്റില്ല, ശ്വാസം കിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് 2 ബോട്ടിൽ മരുന്ന് തന്നു. ഇതും കൊണ്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് പോകാൻ വായിലിട്ടോണ്ടിരിക്കുക രാത്രി ബസ്സിൽ. അത് ബസ്സിലും കൂടെ വന്നു. ഇങ്ങനെ ഞാൻ വായിലിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും. പൊള്ളുന്നുണ്ടെങ്കിലും കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ തൊണ്ട ശരിയാവണം. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, എന്തോ ദൈവകൃപയാൽ എൻ്റെ പേരൊക്കെ അവസാനത്തിലേക്ക് വന്നു. അത്രയും സമയം നമുക്ക് വെയിലത്ത് നിൽക്കാൻ പറ്റും, വെയിലത്ത് നിൽക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ കാലത്ത് പോലെ പാട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് 100 പേരുണ്ട്, 100 പേരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പുറത്ത് റിജക്ട് ചെയ്യുന്നു, ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടെൻഷന്റെ പുറത്താണ് ടെൻഷൻ. അതിൻ്റെ ഇടയിൽ തൊണ്ടപാടിലെ ശബ്ദം വന്നില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് ക്രൂ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ് അനിലിനെ കണ്ടാണ് പേര്. അയാൾ വന്നിട്ട് ചോദിക്കാണ്, ഞാനിപ്പോ പ്രൈസിലോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നേ, Pentecost? You want to change everybody to Christianity? No yaar. क्या बात कर रहे हैं? അപ്പോഴൊക്കെ ഇന്ത്യയൊക്കെ പഠിച്ചു കഴിഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഞാൻ അതിനെ കുറിച്ച് പറയാൻ പോയിരുന്നു, ചോദിക്കാൻ പോയിരുന്നു. വളരെ ഫ്ലുവന്റ് ആയിട്ട് ഹിന്ദി, തമിഴ് എല്ലാ ഭാഷയും സംസാരിക്കുന്നു. ഉറുദു ഞാൻ ഉറുദു പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഭാഷകളെല്ലാം കൈവശപ്പെടുത്തി കർത്താവിന്റെ കരങ്ങളാണ്, കർത്താവിന്റെ കരങ്ങളാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എന്റെ കഴിവല്ല. അപ്പൊ ഞാൻ പറഞ്ഞേ ഇല്ല അങ്ങനെയൊന്നും അല്ലെന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിട്ടു. പക്ഷെ എൻ്റെ ഊഴം വന്നു. എൻ്റെ ദൈവം എല്ലാവരും വിറച്ച് പച്ചക്കുരുത്തോല പോലെ വാടി പേടിച്ചിട്ട് പേടി ഉണ്ടാവേണ്ടിരിക്കും. ബിക്കോസ് ദ സെക്കൻഡ് ടൈമാണ് സെലക്ഷൻ നടക്കുന്നത്. ഞാൻ ചെന്നപ്പോഴേക്കും സാറ് പറഞ്ഞ്, ആദ്യം പാടി 2 റൗണ്ട് ഉണ്ട്. ആദ്യത്തെ റൗണ്ട് മേരാ ജീവൻ കോരാ കാഗസ് കോരാ ഹീ രേ ഗയാ, അതങ്ങ് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ സെലക്ട് ആയി. രണ്ടാമത്തിൽ പറഞ്ഞു കോൺസ സോങ്കാരെ കുച്ച് നാ കഹോ എന്ന് പറഞ്ഞു. ഗാവ്. അയാളുടെ ഇത്ര തടികളാണ്, ഇപ്പോഴാണ് സ്ലിം ആയത്. അതാണ് സമയം ഇങ്ങനെ ഇരിക്കണം ഒരു സോഫയ്ക്കകത്ത് നിറയെ. അത് കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. കഹോ കുച്ച് ഭീ നാ കഹോ, അത് പാടിക്കഴിഞ്ഞ പറഞ്ഞു ये कोई भी गाएंगे, ये 3/4 है, मैं जो ताल बोल रहा हूँ ഉസ്മേ ഗാവ്. അതായത് അങ്ങേര് പറയുന്ന താളത്തിൽ പാടണം. കോമൺ ടൈം ടേക്ക. ബോംബെയിലുള്ള ആർട്ടിസ്റ്റുകളെ മുഴുവൻ വന്നേക്കണേ. അകത്ത് ഡാർക്ക് റൂമാണ്. ഇയാളുടെ മുഖം മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും അറിയില്ല. നമ്മള് പേടിപ്പിച്ച് വിറച്ചിട്ട് നിൽക്കണേ. അവ ഡോലക്കങ്ങ് തുടങ്ങി. കോമൺ ടൈമിലങ്ങ് തുടങ്ങാൻ. ഞാൻ കുറച്ചു നേരം എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, കുച്ച് നാ കഹോ, ഇച്ചിരി ലെങ്ത് കൊടുത്തേച്ചാൽ മതി. അത് പാടി ഭയങ്കര വെരി ഗുഡ് സെലക്ടഡ്. അപ്പൊ ഗ്രീൻ ബട്ടൺ തെളിഞ്ഞു. 2 പരിപാടി വെച്ചാൽ മതി, സെലക്ട് ചെയ്തു. അവിടെ നിന്ന് ദൈവം രക്ഷിക്കാൻ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ സെലക്ഷൻ ബോംബെയിലാണ്. 25 പേരെ ഓൾ ഇന്ത്യയിൽ നിന്ന് വിളിച്ചേക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലല്ല, അത് ജാനുവരി 16-ാം തീയതി ആയിരുന്നു. ആ ബാഗാണ് ഞാൻ ഇപ്പോഴും കൊണ്ടുവന്നേക്കുന്നത്. അന്ന് കൊണ്ടുപോയ 2004 കൊണ്ടുപോയ ബാഗാണത്. നേരെ സാറ് വിളിച്ചു, അല്ല അവിടെ ചെല്ലുന്നു. ചെന്നപ്പോഴേക്കും എല്ലാം ടിക്കറ്റൊക്കെ തന്നിട്ടാ 25 പേരും കൂടി. അവിടെയും പൊളിറ്റിക്സ് ആരംഭിക്കുകയാണ്. ഞാൻ എൻ്റെ ചേട്ടന്മാരോട് പറഞ്ഞു, ഒരു മൽബാറിക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപയാണ് എൻ്റെ സമ്മാനം. 1 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTV-യിൽ ഒരു ആൽബം ഇറക്കും. അത് 1 കോടി ചിലവാണത്. MTV ഇറക്കും. യേശുവേ. അപ്പൊ ആ പാടിയ ജയ്പൂർ എന്നുള്ള ഒരു അഡ്വക്കേറ്റിനാണ് കിട്ടിയത്, ഫസ്റ്റ് കിട്ടിയത്. അയാളിപ്പോ എവിടെയാന്ന് പോലും അറിയാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞേക്കണ സിനിമയെ ചാൻസ് കൊടുക്കുന്നു. അതൊക്കെ വെറുതെയാണത്. അത് മാത്രമല്ല, വൺ മോർ തിങ് ഈസ്, മദ്രാസിക്ക് അവിടെ 1 കോടി കൊടുക്കും തോന്നുന്നുണ്ട് ഒരു കമ്പനി. അത് MTV-യുടെ കമ്പനിയാണത്. സ്റ്റാർ ടെലിവിഷനാണത്. സ്റ്റാർ TV കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ പറഞ്ഞു വെറുതെ നമ്മൾ റിജക്റ്റ് ആകാം, പക്ഷെ എന്നാലും വെറുതെ എൻജോയ് ചെയ്യുന്നു. ഐ ജസ്റ്റ് വെന്റ്. അപ്പം തന്നെ ചോദ്യങ്ങൾ തുടങ്ങി. മദ്രാസി ആണല്ലേ എന്ന് ചോദിച്ചു. ഹിന്ദിയിലാണ് ചോദിക്കുന്നത്. പറഞ്ഞ ഹാജി मैं मद्रासी हूँ, तो आप लोगों की जगह पर आपका लैंग्वेज रहता है ना, वो गा सकते हैं ना, क्यों हिंदी नहीं गा सकते क्या? हम गाएंगे. अभी बंगला भी बोलबो हमी. പൊളിറ്റിക്കലി ഭയങ്കര അതാണ്. 25 ഉള്ളൂ. ഞെക്കി കളയാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ അവിടെ നിന്ന് പാടി എല്ലാ സമയത്തും പ്രൈസിലോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ക്രൂവിലുള്ള ക്യാമറമാൻ എൻ്റെ അടുത്ത് വരികയും ചെയ്യും.
again praise the Lord If I'm talking to you. അവനെ മൂപ്പിച്ചോണ്ടിരിക്കുകയാണ് പിശാചിനെ ഇളകിപ്പോട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാടി കഴിഞ്ഞിട്ട് അവസാനം അപ്പോഴാണ് 15 പേരുടെ സെക്ഷൻ വന്നു. 15 പേരെ ഇറക്കാൻ പോവാ. 15 പേരിൽ നിന്ന് 5 പേരെ പുറത്തേക്ക് കളയും. അപ്പോഴാണ് സാക്ഷാൽ റഹ്മാൻ സാറ് പ്രത്യക്ഷപ്പെടുന്നത്. ഇരുട്ട് മുറിയിലേക്ക് ഞങ്ങളെ കൊണ്ട് നിർത്തുകയാണ്. അത് വി ചാനലിൽ വന്നിരുന്നു. വി ചാനൽ, WE അല്ല, വി ചാനൽ എന്ന് പറഞ്ഞു. അതിനകത്ത് സാറ് ആരും അറിയാൻ പാടില്ല, വെറുതെ സസ്പെൻസ് ആയിട്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നല്ല ഗ്രാൻഡ് ഹോട്ടലിൽ ഞങ്ങളെ താമസിപ്പിച്ചേക്കണേ. ഭയങ്കര സ്റ്റൈലിസ്റ്റ്, എല്ലാവരും ക്യൂ ആയിട്ട് വന്ന് നിൽക്കണം. ആ സമയത്ത് പിയാനോ കൊണ്ട് വായന തുടങ്ങി. വായന കേട്ടപ്പോൾ എല്ലാവരും അറിയാൻ പാടില്ല ഞങ്ങൾക്ക് ആരാണെന്ന് അറിയില്ല, വെറും ഇരുട്ടാണ് അവിടെ. പതിയെ 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 ലൈറ്റ് അങ്ങോട്ട് വലുതായപ്പോണ്ടല്ല റഹ്മാൻ സാർ ഇങ്ങോട്ട് ഒരു തിരിയലങ്ങ് തിരിഞ്ഞപ്പോ എന്റെ ദൈവമേ, എന്റെ യേശുവെ, നീ എത്ര മഹോന്നതനാണെന്ന് ആലോചിച്ചു. എന്റെ കർത്താവെ, അങ്ങയുടെ മുമ്പിൽ എനിക്ക് കിട്ടാതിരിക്കും പള്ളിയിൽ പോവാം, എനിക്ക് ഐ ഡോണ്ട് മൈൻഡ്. എനിക്ക് പാടാൻ പറ്റൂ റഹ്മാൻ സാറിന്റെ മുമ്പിൽ, അത് മതി എനിക്ക്. അത് തന്നെ എനിക്കൊരു കോടി രൂപ കിട്ടിയ പോലെയാണ്. അപ്പോഴാണ് ഫ്ലാഷ് ബാക്കിലേക്ക് പോണത്. 95 ഞാൻ അതിലൊക്കെ ക്രോസ് ചെയ്യുമ്പോഴേക്കും റഹ്മാൻ സാറിനെ പാടി കേൾപ്പിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ കൊണ്ട് കർത്താവ് നിർത്തിച്ചിരുന്നു. അതാണ് കർത്താവ് എനിക്ക് ചെയ്തേക്കണേന് അതിരുകളില്ല. അത്രയ്ക്ക് എന്നെ എൻ്റെ ആഗ്രഹങ്ങൾ നടത്തി അനുഗ്രഹങ്ങൾ. കറക്റ്റ്. അപ്പോൾ റഹ്മാൻ സാർ പറഞ്ഞു ഇനി മുതൽ ടഫായിരിക്കും. അപ്പോൾ അതിനാൻ സമയം പറഞ്ഞു ഞാൻ കൈ ഒഴിയാണ്, റഹ്മാൻ ബെറ്റോ തും ലോക് ദേഖോ എന്ന് പറഞ്ഞു. പിന്നെ തുടങ്ങി. പിന്നെ ഓരോ വോയിസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് വോയിസ് ചെക്കിങ് ആണ്. എന്തോരം റേഞ്ച് വരെ പോവും, എന്തോരം താഴ്ത്തു പോകും എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് എലിമിനേഷന്റെ ടൈമായി. 5 പേരെ പുറത്താക്കി. ഒക്കെ കിടുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് ഷൂട്ട് ചെയ്യണം. ബാക്കി 10 പേരെ വെച്ചിട്ട് ചോദിച്ചു. ഓരോ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ദൈവത്തെ കണ്ടു ആഗ്രഹം എന്നുള്ള ഒരു പെണ്ണൊക്കെ പറയണത് ഐ സോ മൈ ഗോഡ് റഹ്മാൻ സാറിലൂടെ. അത്രയ്ക്ക് ഇതാണ് ദൈവമായിട്ട് കാണുന്നത്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, मेरे मन में एक इच्छा था रहमान सार के सामने गाने के लिए. मैंने गाया और उन्होंने जवाब भी दे दिया. ഞാൻ ഈ കുച്ചിനാക്കാവനെ പാടിയത്. അപ്പൊ സാറ് പറഞ്ഞെന്താ, സണ്ണി യുവർ വോയിസ് ഈസ് വണ്ടർഫുൾ ഓൺ ദ മൈക്ക്. ഒറ്റ വിട പറഞ്ഞുള്ളൂ, മതി. അതും കിട്ടി എനിക്ക്, സമ്മാനമായി എനിക്കത്. എനിക്കറിയാം നിങ്ങളെ തട്ടു എന്നുള്ളത്. ഞാൻ ആലോചിച്ചത് എന്താ അറിയോ, എന്ത് പൊളിറ്റിക്സ് ആണെങ്കിലും തമ്പുരാൻ കർത്താവിന്റെ കൃപ കൊണ്ടിട്ട് റഹ്മാൻ സാറിനെ കാണാനും നന്ദി യേശുവേ നന്ദി, ബസ് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അലക്സ് സാറിന്റെ ഇതിനിടയിൽ ഞാൻ 2 പടത്തിൽ പാടി. ഒന്ന് ഹിറ്റ്ലറില് സുന്ദരിമാരെ കെട്ടിപ്പൂട്ടിയ ഭൂതത്താനെ, അതോണം പാടി. 10 വർഷം കഴിഞ്ഞിട്ട് അച്ഛനുറങ്ങാത്ത വീട്ടില് സിയോൺ മണവാളൻ യേശു രാജരാജൻ. ആ ഗാനം വളരെ ഗംഭീരമായിരുന്നു. പ്രേക്ഷക ജനങ്ങള് ഏറ്റെടുത്ത ഗാനമാണ്. സണ്ണിച്ചേട്ടന്റെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ട് സമയം പോയത് നമ്മൾ സത്യം പറഞ്ഞു തന്നെ അറിഞ്ഞില്ല. പക്ഷെ നമ്മുടെ എന്താ പറയാ, ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അറിയാനുണ്ട്, ഒരുപാട് പാട്ടുകൾ ഇനി കേൾക്കാനുണ്ട് സണ്ണിച്ചേട്ടന്റെ ശബ്ദത്തിലൂടെ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഹാർട്ട് ഓഫ് ഹെവനിൽ വീണ്ടും സണ്ണിച്ചേട്ടന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും. ഇന്ന് ഹാർട്ട് ഓഫ് ഹെവൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണും വരെ നന്ദി, നമസ്കാരം.